അക്വാട്രാൻഡ് വാട്ടർ പ്യൂരിഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെസൽ ഫിൽട്രേഷൻ്റെ വാറണ്ടി, മെയിൻ്റനൻസ്, സർവീസിങ് ഈ 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ വെസലിനും വാൽവിനും നമ്മൾ 5 വർഷത്തെ വാറണ്ടിയാണ് തരുന്നത്. പിന്നെ നമ്മുടെ മീഡിയൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ ടൈം ഇൻ്റർവെൽസിൽ ഇതിൻ്റെ ബാക്ക് വാഷിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ക്ലീനിങ്, സർവീസിങ്, മെയിൻ്റനൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സിസ്റ്റത്തിന് 2 പോർഷനാണുള്ളത്. ഒന്ന് വെസൽ, പിന്നെ ഇതിൻ്റെ വാൽവ്. ഈ ഒരു മൾട്ടി പോർട്ട് വാൽവിൻ്റെ ബാക്ക് വാഷിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിൻ്റെ ഒരു വാൽവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനകത്തൊരു 3 മോഡുകളുണ്ട്. ഒന്ന് ഫിൽട്ടർ മോഡ്, പിന്നെ ഒന്ന് റിൻസ് മോഡ്, പിന്നെ ഒന്ന് ബാക്ക് വാഷ് മോഡ്. പിന്നെ ഇതിന് സെൻട്രലായിട്ടൊരു ബൈപ്പാസ് മോഡും കൂടെ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സിസ്റ്റം ബാക്ക് വാഷ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഫിൽട്ടർ മോഡിൽ കിടക്കുന്ന സിസ്റ്റത്തിന് ബാക്ക് വാഷ് ചെയ്യേണ്ട ടൈമിൽ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എത്ര ടൈം ഇൻ്റർവെൽസിലാണ്. ഓരോ സ്ഥലത്തും വ്യത്യസ്തപ്പെട്ടിരിക്കും ഈ ഒരു ബാക്ക് വാഷിങ്ങിൻ്റെ ടൈം പീരീഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് വാഷിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഫിൽട്ടർ മോഡിൽ കിടക്കുന്ന ഈ ഒരു വാൽവിനെ നമ്മൾ മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം, പമ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു വാൽവിനെ ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുക. നമ്മളിതൊന്ന് പുഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് നമ്മളിതൊരു ബാക്ക് വാഷ് മോഡിലേക്ക് സെറ്റ് ചെയ്യുക. ഈ ഒരു 1, 2, 3 എന്ന് മാർക്കിംഗ് ഉണ്ട്. അത് നോക്കിയതിന് ശേഷം ബാക്ക് വാഷ് മോഡിലേക്ക് ഫസ്റ്റ് നമ്മൾ ഈ ഒരു വാൽവിനെ സെറ്റ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ ഒരു മോട്ടർ ഓൺ ആക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ബാക്ക് വാഷിലേക്ക് ഈ ഒരു വാൽവിനെ സെറ്റ് ചെയ്തതിന് ശേഷം മോട്ടർ പമ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പുറത്തേക്ക് ഈ ഒരു വെസലിൽ നമ്മൾ ഈ ഒരു 1 വീക്ക് എത്ര ടൈമാണോ ആ ടൈമിനുള്ളിൽ ഈ വെസലിൽ നമ്മൾ കയറിയിട്ടുള്ള ചെളി കംപ്ലീറ്റ് നമുക്ക് വാഷ് ഔട്ടായി പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആദ്യം കുറച്ച് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ ചെളി അനുസരിച്ചിട്ട് ഇതിനകത്ത് ലോക്കായിട്ടുള്ള ചെളിയെ, അതായത് ടർബിഡിറ്റിയെ കംപ്ലീറ്റ്ലി നമുക്ക് ഈ പുറത്തേക്ക് വാഷ് ഔട്ടായി പോകുന്നത് കാണാൻ പറ്റും. അത് പോയതിന് ശേഷം അത് കംപ്ലീറ്റ്ലി പോയി നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം പ്യൂർ ആവും. നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ചെളി പോയി വെള്ളം തെളിഞ്ഞ സമയത്ത് നമ്മൾ അടുത്ത മോഡിലേക്ക് വാൽവിനെ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ ആയി നമ്മൾ ഈ ഒരു മോട്ടർ പോയിട്ടൊന്ന് ഓഫ് ചെയ്യണം. ഓക്കെ, നമ്മൾ മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വാൽവ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നമ്മൾ ഇപ്പോൾ മോട്ടർ ഓഫ് ചെയ്തു. അതിനുശേഷം വീണ്ടും ക്ലോക്ക് വൈസ് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു റിൻസ് മോഡിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഫിൽട്ടർ മോഡിൽ കിടന്ന ഈ ഒരു വാൽവിനെ ബാക്ക് വാഷ് മോഡിലിട്ടു, മോട്ടർ ഓൺ ചെയ്തു. അതിനകത്തുള്ള ചെളി കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോകുന്ന കാണാം. അത് പോയതിന് ശേഷം നമ്മളത് ഓപ്പറേറ്റ് ചെയ്ത് റിൻസ് മോഡിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മൾ മോട്ടർ ഓൺ ആക്കുക. മോട്ടർ ഓൺ ആയി കഴിയുമ്പോൾ വീണ്ടും കുറച്ച് ചെളി ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ചെളി പോവാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി വാഷ് ഔട്ടായി പുറത്തേക്ക് പോകും. അങ്ങനെ ചെളി ഒന്നും കൂടി പോയി ഈ വെള്ളം തെളിഞ്ഞതിന് ശേഷം നമ്മൾ മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ചെളിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ബാക്ക് വാഷിലിട്ട് ഈ ചെളിയെല്ലാം കംപ്ലീറ്റ്ലി പോയി എന്ന് മനസ്സിലാക്കുക. ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഈ മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു വാൽവിനെ റൊട്ടേറ്റ് ചെയ്ത് ഫിൽട്ടർ മോഡിലേക്ക് റീസെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിൽട്ടർ നമ്മൾ കംപ്ലീറ്റ്ലി ബാക്ക് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സർവീസിങ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ സെയിം പ്രോസസ്സ് നമ്മളിപ്പോൾ രണ്ടാമത്തെ വെസൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വെസലിലും ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. രണ്ടാമത്തെ വെസലിലേക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു വാൽവ് ഫിൽട്ടർ മോഡിലാണെന്ന് ഉറപ്പുവരുത്തുക, മോട്ടർ ഓഫ് ചെയ്യുക, പമ്പ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഈ സെയിം മെത്തേഡ് ഇതിലും റിപ്പീറ്റ് ചെയ്യുക. ബാക്ക് വാഷിലിടുക, അതിനുശേഷം റിൻസിൽ സെറ്റ് ചെയ്യുക. രണ്ട് മോഡിലും ഫിൽറ്ററിനകത്തുള്ള ചെളി കംപ്ലീറ്റ്ലി പോയതിന് ശേഷം വീണ്ടും നമുക്ക് ഫിൽട്ടർ മോഡിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഈ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിലുള്ള ടർബിഡിറ്റി, ചെളി, എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് ആ പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ഫിൽട്ടർ നമ്മൾ എന്ത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്ന വെള്ളം പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ആ ചെളിയെ നമ്മൾ വാഷ് ചെയ്ത് പുറത്ത് കളയുന്നു. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഫിൽട്ടറിൻ്റെ ലൈഫ്, ഈ മീഡിയൻ്റെ ലൈഫ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുകയും ലോങ് ലൈഫിലേക്ക് നമുക്ക് ഒരു വെസൽ ഫിൽട്രേഷൻ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു വാട്ടർ ഫിൽട്രേഷൻ്റെ സർവീസിങ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് അക്വാട്രാൻഡിൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മൾ അതിനുള്ള സൊല്യൂഷനും ഇനി വരും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് നാട്ടിലും ഇതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം, ഹാർഡ്നെസ്സിൻ്റെ പ്രശ്നം, അയൺ കണ്ടന്റിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ പ്രസൻസ് അധികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് എല്ലാം
നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻ ഞങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അക്കൗണ്ടൻറ്റിൻ്റെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.